ഗൈസ് അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് ഇപ്പോൾ 10:30 കണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. 9:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ടൗണിലോട്ട് പോവേം. ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ വാഴ അട്ടയ്ക്കിനടുത്ത് കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് പൈപ്പ് ഫിറ്റിങ്സ് അല്ല, പൈപ്പ് പൊട്ടിയതിൻ്റെ അതൊക്കെ ഒട്ടിക്കാനുണ്ട്. വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വഴിയെ പറയാം. അപ്പോൾ നേരെ ടൗണിലോട്ട് പോവേം. ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ചൂട് പറഞ്ഞാൽ അപാര ചൂട് കേട്ടോ. ഇത് കണ്ടോ, വേർത്ത് കുളിച്ച്. അപ്പോൾ ടൗണിലോട്ട് പോവേന്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 3-3.5 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഇവിടെ കടയിൽ വന്നതാണ് കേട്ടോ. സാധനത്തിൻ്റെ വില ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അലുമിനിയം പൈപ്പ് എൻ്റെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അലുമിനിയം പൈപ്പ് കുറച്ച് വാങ്ങിക്കണമായിരുന്നു. ഞാനത് വഴിയെ പറയാം, എന്തിനാണെന്ന് ഞാൻ വഴിയെ പറയാം. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ, കുറേ നാളത്തെ വലിയൊരു ആഗ്രഹമാണ്. ഉടനെ ഇല്ല എന്തായാലും, എങ്കിലും നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ഏകദേശം ആക്കി വെച്ചാലേ നമുക്ക് ആ ഒരു പൈസ മാത്രം മതി. ഇവിടെ ലെഫ്റ്റ് സൈഡ് നല്ല മീൻ കിട്ടും കേട്ടോ. 50 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഭയങ്കര വെയിൽ കേട്ടോ. എൻ്റെ പൊന്നെ, വേർത്ത് കുളിച്ച് ഊപ്പാട് വന്നു. അതെ നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഇവിടുത്തെ ഒരു റബ്ബറില്ലേടാ, അതിനെന്താണെന്നാണ് പറയണത്? ഓറിങ്ങ. അത് മാത്രമായിട്ട് കിട്ടുമോ? എത്ര രൂപ പൊളിയാ? എത്രയല്ലേ ചോദിച്ചു നോക്കട്ടാ. നോക്കട്ടെ. അനന്ത് വന്നില്ലേ? അപ്പം ക്ലച്ചിൻ്റെ ഓറിങ്ങില്ലേ, അവിടെ ഒരു സീലുണ്ട് കേട്ടോ, റബ്ബർ സീലിങ്. അതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. അത് വാങ്ങിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. ക്ലച്ച് സീലിങ് അങ്ങനെ എന്തെങ്കിലും പറയാം ആളില്ലേ. കഴിച്ചപ്പം സാധനം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ 2 റബ്ബർ റിങ്ങാണ്. ഇതിൽ രണ്ടിൽ ഏതാ ഒന്നാണ്. അല്ല ഇത് ഏതാടാ? ഇത് ചെറുതാണോ വലുതാണോ നോക്കിയാൽ? അല്ല, വ്യത്യാസമുണ്ട്. ചോദിക്കാൻ പറഞ്ഞു. അവിടെ അറിഞ്ഞൂടൊന്നു. തന്നെ അത് ചോദിച്ചു കൂടാ. അതുപോലെയാ ബൈക്കിൻ്റെ ഈ ക്ലച്ചിൻ്റെ തൊട്ട് ഓറങ്ങിൻ്റെ ഒരു ഇതില്ലേ റബ്ബർ, അത് ഇതാണോ? തന്നെ ഇതല്ലല്ലോ, ശകലം വലിപ്പമുണ്ടോ? വാങ്ങിച്ചോണ്ട് പോയാലേ വേറൊന്നും മാറണ്ടല്ലേ ഓയിൽ ലീക്കിന്? പാക്കിങ് ഏത്? മറ്റേ അത് വേണ്ടി വരുമോ? പോട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കേ വില. അടുത്ത വരും വാങ്ങിക്കാം. അപ്പോൾ ഇതെന്തായാലും വാങ്ങിച്ചുകൊണ്ട് പോകാം. ഏകദേശം പുതിയ സ്പ്ലെൻഡറാണ് കേട്ടോ. സ്പ്ലെൻഡർ പ്ലസ് ആണ്. കിഡിലെ വണ്ടി എന്ന് പറഞ്ഞാൽ കിഡിലെ വണ്ടി. ഡിജിറ്റൽ മീറ്ററൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. ഡിസ്ക് ബ്രേക്കാണ്. കമ്പനി ഫിറ്റിങ്സിൽ ഡിസ്ക് ബ്രേക്ക് ഓൾട്രേഷൻ ചെയ്തതല്ല, കമ്പനി ഫിറ്റിങ്സാണ്. അടിപൊളി സാധനം. പുതിയ നല്ല കിടുക്കാച്ചി വണ്ടി കേട്ടോ. ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ് കേട്ടോ. സ്പ്ലെൻഡർ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് പോലെ അടിപൊളി വണ്ടിയാണ്. ഇപ്പോഴും ആളുകളുടെ കയ്യിൽ ഇപ്പോഴും ഉള്ള സാധനമാണ് കേട്ടോ. ഡിസ്ക് ബ്രേക്ക് അതിൻ്റെ ഫ്ലൂഡ് നിറയ്ക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഫ്ലൂഡ് നിറയ്ക്കണം. ഇപ്പോൾ അതിൻ്റെ മീറ്ററിൻ്റെ ഒന്ന് ഓണാക്കി വെക്കണം. ഇതുണ്ടോ? ഹലോ.
ഗൈസ് അപ്പോൾ സാധനമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 റബ്ബർ ബുഷാണ് കേട്ടോ. അതിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട്, 5 രൂപ കണ്ടേ ഉള്ളൂ. റബ്ബർ ബുഷാണ്, അത് മാറിയാലേ നമ്മൾ ഓയിലിൻ്റെ ഇത് ലീക്കേജ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സാധനം വാങ്ങിക്കാണ്ട്. അടുത്ത സാധനം എന്ന് പറയുമ്പോൾ നേരെ പോകണം. നേരെ പോയിട്ട് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാനുള്ളത്. പ്രശാന്ത് ഇലക്ട്രിക്സ് ആണ്, അവിടെ നിന്നാണ് വാങ്ങിക്കാനുള്ളത്. നേരെ പോയി വാങ്ങിക്കാം. അപ്പോൾ എണ്ണ കുറവാണ്, എണ്ണ അടിച്ചെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ അടിക്കാം. നമ്മളെ ഇറാനി റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇറാനിയിലെ ജ്യൂസ് ഇപ്പോൾ തുറക്കൂല, ഉച്ചയ്ക്ക് ശേഷം തുറക്കും. 11 മണിക്ക് ശേഷം തുറക്കൂല കേട്ടോ. പ്രശാന്ത് ഇലക്ട്രിക്സ് എത്തിയിട്ടുണ്ട്. ഇൻസുലേഷൻ ടേപ്പാണ്. ഒരു 6 ഇൻസുലേഷൻ ടേപ്പ് വരും. മഞ്ഞ എങ്ങനെ മതിയോ? മഞ്ഞ. ഓ, പോട്ടെ. ഗൈസ് അപ്പം ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. 6 ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ ഒരു ടഫ്ലോൺ ടേപ്പ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിലേ അത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ടഫ്ലോൺ ടേപ്പ്. ചേട്ടാ ഒരു ടഫ്ലോൺ ടേപ്പ് ഇങ്ങനെ. ഗൈസ് അപ്പോൾ സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നേരെ വച്ച് പിടിക്കാം. ടേപ്പ് മാച്ച്, ടഫ്ലോൺ ടേപ്പ് മാച്ച്, അല്ലാത്ത ടേപ്പ് മാച്ച്, ബൈക്കിൻ്റെ വാഷർ മാച്ച് എല്ലാം മാച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം തിരിച്ച് നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. സാധനം എല്ലാം മാച്ച് കേട്ടോ. അയ്യോ, എടുക്കാൻ മറന്നു. ഇതിൻ്റെ അകത്തിരിക്കും. ബൈക്കിൻ്റെ ഇവിടുത്തെ ഈ ക്ലച്ച് കേസിൻ്റെ ഇവിടുത്തെ സീലാണ് മാറാനുള്ളത് കേട്ടോ. ഇപ്പോൾ മാറുന്നില്ല, അത്യാവശ്യം ഇല്ല. അതുപോലെ സമയമില്ല കേട്ടോ, നല്ല സമയം എടുക്കും. പിന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളാണ്, ഞാൻ അതങ്ങോട്ട് ചെന്നിട്ട് പറയാം കേട്ടോ. കുറേ സ്ഥലത്ത് ഇതുപോലെ പൊട്ടിക്കിടപ്പുണ്ട് കേട്ടോ. വെള്ളം ദാണ്ട ലീക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ കുറേ സ്ഥലത്തുണ്ട്. അതെല്ലാം നമ്മളിന്ന് ഒട്ടിക്കാൻ പോകുന്നുണ്ട്. ഒട്ടിച്ചാലേ നമുക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ലീക്കായി വേസ്റ്റ് ആകും വെള്ളം. അതുകൊണ്ട് ഇതുപോലെ കുറേ സ്ഥലം പൊട്ടിക്കിടപ്പുണ്ട്. ഇതെല്ലാം ഒട്ടിക്കാൻ പോവുകയാണ്. ഏകദേശം അപ്പോൾ നമ്മളെ പരിപാടി തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ടഫ്ലോൺ അടിക്കണം. ടഫ്ലോൺ അടിച്ചിട്ട് ആണ് ഇൻസുലേഷൻ അടിക്കാൻ പോകുന്നത് കേട്ടോ. ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ, എങ്കിലും നോക്കാം. ഇത് സാധാ നമ്മളെ പൈപ്പല്ല, ഇത് മറ്റേ ട്രിപ്പ് ഇറിഗേഷനിൽ ചെയ്യണ പൈപ്പാണ്. അതുകൊണ്ട് വലിയ കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇരുന്ന് കേട്ടോ. നമ്മൾ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഇവിടെ കിടന്നതാണ്, മുമ്പ് ഇവിടെ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ പിന്നെ പൈപ്പ് വാങ്ങിച്ചില്ല, ഇത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ടഫ്ലോൺ അടിച്ചിട്ടുണ്ട്, ഇനി ഇൻസുലേഷൻ അടിക്കാം കേട്ടോ. ഇൻസുലേഷൻ മറ്റേ ടേപ്പ് വാങ്ങിക്കുന്നത് നല്ലത്. അത് സാധനം ഇല്ലെന്നാണ് തോന്നുന്നത്. അത് വിലയും കൂടുതലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ ഇൻസുലേഷൻ ടേപ്പ് 10 രൂപയാണ്. ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇവിടെയാണ് പൊട്ടലുള്ള കേട്ടോ.
ആ ആ നമ്മളെ പണി ഏകദേശം ഒഴിഞ്ഞു കേട്ടോ. കുറച്ച് മണ്ണും കൂടെ വെട്ടിയിടാറുണ്ട്. മണ്ണും കൂടെ വെട്ടിയിട്ടിട്ട് നമുക്ക് നേരെ പോയി ചോറ് കഴിക്കാം. സമയം 1:30 കുറച്ച് മണ്ണും കൂടെ വെട്ടിയിടാറുണ്ട്. പൈപ്പ് ഒട്ടിച്ച പൈപ്പിൻ്റെ അവിടെ ചവിട്ടിയല്ലേ പിന്നെയും പൊട്ടി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണും കൂടെ സെറ്റ് ചെയ്യും. നല്ല മഴക്കൊള്ളുണ്ട് കേട്ടോ, പക്ഷെ പെയ്യൂല, അതാണ് കുഴപ്പം. ഇങ്ങനെയാണ് ചെയ്യാൻ പോണ കേട്ടോ. ഇങ്ങനെ ഇടുമ്പോഴേ പെട്ടെന്ന് പൈപ്പ് ചവിട്ട് വിടൂല, അങ്ങനെ പൊട്ടൂല. ഇതിൻ്റെ മരം മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വെയിൽ വന്നു കേട്ടോ, കുറച്ചുകൂടെ വെയിൽ വന്നു. ഇവിടെ അടുത്ത് വാഴ എങ്ങാണ്ട് നടാൻ പോവുകയാണ്. നമ്മളെ ഒരു വാഴയിൽ മണ്ടയിൽ കൂടെ വന്ന് വീണ് കേട്ടോ, അങ്ങനെ വാഴ ഒടിഞ്ഞു. അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഴ വീണോണ്ട് കയറി വന്നോളും, കുഴപ്പമില്ല. കുറച്ച് വിറവും കൂടെ കൊണ്ടുപോകാണ്ട് കേട്ടോ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോകണം. ചെന്നിട്ട് ബാക്കി പരിപാടിയുണ്ട് കേട്ടോ. ഇവിടെ ഇനി നിരപ്പാക്കണം. നിരപ്പാക്കി കുറച്ച് മണ്ണും കൂടി ഇടണം കേട്ടോ. നേരെ വീട്ടിലോട്ട് പോവാം. ഏകദേശം അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി. ചോറ് കഴിക്കാൻ പോകാൻ കേട്ടോ. ചോറ് ഇനി കോരയിലേ ഉള്ളൂ ഐറ്റം എന്ന് പറയണത്. മീൻ പൊരിച്ചതാണ് കേട്ടോ. നല്ല മീൻ കറിയുണ്ട്, ചോറുണ്ട്. ഇതെന്തോ ചക്ക ഉടച്ച് കറിയാണ് കേട്ടോ. അപ്പോൾ നേരെ കഴിക്കാം. ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറുണ്ട്, ചക്ക എരിശ്ശേരിയുണ്ട്, ഇന്നലത്തെ മീനാണ് കേട്ടോ. ശകലം മീനിങ്ങനെ എടുക്കുക, വയ്ക്കുക, ശകലം എരിശ്ശേരി വാരി വയ്ക്കുക. എടുക്കുക. സൂപ്പർ തലേദിവസത്തെ മീൻ കറിയും ചക്ക എരിശ്ശേരിയും ചോറും കൂടെ കഴിച്ചു പോകണം കേട്ടോ. സൂപ്പർ. വിളഞ്ഞ് പഴുക്കാത്ത ചക്കയാണ് നല്ലത്. പഴുത്ത ചക്കയാണ് ഒരുമാതിരി മധുരിക്കും. അപ്പോൾ നമ്മൾ നേരെ കഴിച്ചിട്ട് നേരെ ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട പൈപ്പിനെ ഒന്ന് ലെവലാക്കണം. ലെവലാക്കിയിട്ട് ഒന്ന് അടിച്ച് ലെവലാക്കി സെറ്റ് ചെയ്യണം. പിന്നെ ഒരു വാഴക്കന്ന് നടാനുണ്ട് കേട്ടോ, ഒരിടത്ത് വച്ചിട്ടുണ്ട്. അത് ചെന്നിട്ട് നടണം. അപ്പോൾ കഴിക്കട്ടെ. അത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.